ഹായ് ഗായ്സ്. അപ്പം ഞാൻ ഇതാ ഇന്ന് നല്ല മഴ പെയ്യുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തിന്നാനൊക്കെ പോത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ടതാണ്, വീണ്ടും ഒന്നും കൂടി ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഉപ്പ് ആവശ്യത്തിനും പിന്നെ 1/4 ടീസ്പൂണ് സോഡാപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മഴയിൽ പെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തിന്നാനെല്ലാം പോതി വരും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കി മിക്സാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് പിന്നെ മുളക് ഇതാ നല്ലതുപോലെ കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഒരു മുളക് 2 പീസാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കാം. മാവിൽ നല്ലതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഈ ഒരു മാവ് ആക്കിയിട്ട് വേണം ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എല്ലായിടത്തും കവറായി കിട്ടണം. ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ ഓരോന്ന് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ 3 ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മാവ് ഈ ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കണം. നന്ന കട്ടിയാവരുത്, നന്ന ലൂസാവരുത്, അല്ലെങ്കിൽ നമ്മൾ മാവ് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള് മാവ് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബാറ്റർ തന്നെ തയ്യാറാക്കിയെടുക്കണം. നല്ല അടിപൊളി നമ്മൾ മുളക് ബജിയാണ്. അതിനുള്ള ഒരു നല്ലൊരു സോസൊക്കെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ഇട്ടതിന് ഒരു ദിവസം അതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടുള്ള വേണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ എത്രയും ഇൻഗ്രീഡിയൻസൊക്കെ അതിൽ പറയുന്നുണ്ട്, ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വേണമെങ്കിൽ അതിലും പോയിട്ട് കാണാം. 2 വശം നല്ലതുപോലെ പൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. മുളക് ബജിൻ്റെ വീഡിയോ ഞാൻ കുറേ മുമ്പ് യൂട്യൂബിൽ ഇട്ടിന്. ഇതാ അടിപൊളിയായിട്ടുള്ള മുളക് ബജി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടിയിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊന്ന് കഴിക്കുന്ന വീഡിയോ കൂടി കാണിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഷെയർ ചെയ്യുക എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാം പറയുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടുള്ള വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് താങ്ക് യു.